ഹലോ അസ്സാം വലൈക്കും. ഞാൻ സുമി. ട്രാവൻകൂർ ടേസ്റ്റ് ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നതൊരു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് സ്കൂളില്ല കുട്ടികൾക്ക്, ഹസ്ബൻഡിന് ഓഫീസിൽ പോകണ്ട. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയുടെ ആ ഒരു ദിവസം ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അവധി ദിവസം കുറച്ച് വീഡിയോ എങ്ങനെ നമ്മൾ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നു എന്ന് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ ഞാൻ തലേ ദിവസം പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ കുറച്ച് ലേറ്റാണ് എഴുന്നേറ്റ്. ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ കുടിക്കുന്നൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കുടിക്കുക, അല്ലെങ്കിൽ ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കാരണം എനിക്ക് പിന്നെ ഉള്ള എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടങ്ങളിലൊന്നാണ് ചെടിക്ക്. കാരണം ഇതിപ്പോൾ നമ്മൾ ഫ്ലാറ്റിലല്ല, എൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ഞാൻ വെച്ചിട്ട് പോയ ചെടിയിൽ വെള്ളം തീർന്നിട്ടുണ്ടായിരിക്കും, പ്ലാന്റ്സിൽ. അതിലൊക്കെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം മാറ്റും. എല്ലാ ആഴ്ചയും വരുമ്പോഴേക്കും അതിലെ വെള്ളമൊക്കെ മാറ്റി ചെടിയുടെ ഗ്രോത്തൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ നോക്കും. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ കിച്ചണിൽ ഇവിടെ 2 പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് പിന്നെ ഇൻഡോർ ആയതുകൊണ്ട് ഡെയിലി ഒന്നും വെള്ളം കൊടുക്കണ്ട. ഞാൻ വരുന്ന ദിവസം ആഴ്ചയിൽ ഒരിക്കലാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ രാത്രിയാണ് ഞങ്ങൾ വന്ന സമയത്ത് തന്നെ ഞാൻ വെള്ളം ഒഴിച്ചു ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു സന്തോഷമാണ്. എനിക്ക് ഈ പ്ലാന്റ്സിൻ്റെ കൂടെ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ലെങ്കിലും അതിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ മനസ്സിന് എനിക്കതൊരു തൃപ്തിയാണ്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് ഇപ്പോൾ രാവിലെ ഞാൻ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 1 മാസമായി. എവിടെയൊക്കെ പോയപ്പോഴും അവിടെ നിന്ന് കിട്ടിയ ചെടി ഞാൻ കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് വെച്ചാണ്. ഒക്കെ റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും അതൊന്ന് മാറ്റി കൊടുക്കണം, അതിൻ്റെ വെള്ളം. പിന്നെ തലേ ദിവസമേ ഞാൻ എഗ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. ചപ്പാത്തി എഗ് കറിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ മുറ്റത്തേക്ക് വന്നു. അപ്പോഴേക്കും ഹസ്ബൻഡ് ഇന്ന് ഓഫീസിലൊന്നും പോകാത്തതുകൊണ്ട് നല്ല ഫ്രീ ആണ്. തേങ്ങ ഇടാനായിട്ട് ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങ ഇടുന്ന ആളിനെ കിട്ടാൻ ഭയങ്കര പാടാണ് നമുക്ക്. എന്തായാലും ഇന്നൊരാളിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇടാനുള്ള പരിപാടിയാണ്. കുട്ടികളൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ ആ സമയം എനിക്കുള്ള ആ ഒരു പ്ലാന്റ്സ് മുറ്റത്ത് വെച്ചേക്കുന്ന അത് സാൻസവേരിയ, ആ പ്ലാന്റ്സാണത്. അതൊക്കെ ഞാനൊന്ന് നോക്കുന്നത് എനിക്ക് സന്തോഷമാണ്. ഇത് താനേ പൊടിച്ചൊരു ചീരയാണ് കേട്ടോ. ഈ ചീരനെന്ന് ഞാൻ കട്ട് ചെയ്ത് കറി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഫ്ലാറ്റിൽ ഉള്ള എൻ്റെ ചെടിയിൽ നിന്ന് കുറച്ച് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. കാരണം എല്ലാ ദിവസവും ഇവിടെ ഇല്ലാത്തത് കാരണം ഈ ചെടീനെ നോക്കാൻ പറ്റാത്ത ഒരു വിഷമം എനിക്കുണ്ട്. എങ്കിലും നമ്മളൊരാളിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒഴിക്കാൻ. പിന്നെ മേലെ വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കരിഞ്ഞു പോയി. അതെല്ലാം ഇനി റീപ്ലാന്റ് ചെയ്യണം എല്ലാം ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ കൊച്ചു പ്ലാന്റ്സ്, പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലെങ്കിലും ഞാൻ മുറ്റത്ത് രാവിലെ എഴുന്നേറ്റ്, കാരണം ഫ്രീ അല്ലേ, പിള്ളേർക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ഫ്രീ ആണ്. ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അപ്പോൾ ഈ പ്ലാന്റ്സിനെയൊക്കെ ഒന്ന് നോക്കുന്നത് എനിക്കൊരു സ്ഥിരം പരിപാടിയാണ്. എൻ്റെ അലോവേര ഈ പ്ലാന്റിൽ നിന്നാണ് ഞാൻ കട്ട് ചെയ്ത് ഞാൻ കിച്ചണിൽ കുപ്പിയിൽ വെച്ചിട്ടില്ലേ, അത് ഈ പ്ലാന്റിൽ നിന്നാണ് കേട്ടോ. പിന്നെ തേങ്ങാവെട്ടിൽ ധൃതിയിലൂടെ നടക്കുന്നുണ്ട്. പിന്നെയുള്ള എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് മാങ്ങാ വിശേഷമാണ്. ഇത് നമ്മുടെ മുറ്റത്തുള്ള ഒരു മാവാണ് കേട്ടോ, വെള്ളരി മാവാണ്. ശരിക്കും ഇത് വേറെ എന്തോ നല്ല ഒരു നല്ല മാവ് എന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങി നട്ടൊരു മാവാണത്. പക്ഷേ ഇത് കായ്ച്ചപ്പോഴേക്കുമാണ് അറിയുന്നത് വെള്ളരി മാവാണ്. കാരണം വെള്ളരി മാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങ പഴുപ്പിക്കാൻ കൊള്ളില്ല കേട്ടോ. അച്ചാറിടാനും കറിയിലിടാനൊക്കെ ഈ മാങ്ങ കൊള്ളാവൂ. അതാണ് ഇതിൻ്റെ ഒരു എന്നാണ് പറയുന്നത്, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എന്തായാലും അച്ചാറിടാനും ഒക്കെ സൂപ്പറാണ് ഈ മാങ്ങ. പിന്നെ ഇങ്ങനെ ഈ ഇങ്ങനെ ബഞ്ചായിട്ട് കായ്ച്ച് കിടക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ഈ കാണുന്ന വലിയ മാവ് താളിമാവാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ ഒരുപാട് മുന്നേ ഉള്ളതാണ്. എൻ്റെ മാമിയൊക്കെ നട്ടതാണെന്ന് തോന്നുന്നു, ഹസ്ബൻഡിൻ്റെ ഉമ്മ നട്ടതാണെന്ന് തോന്നുന്നു ആ മാവ്. പിന്നെ ഉള്ളത് ഇവിടെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവിടെ ഫ്ലാറ്റിൽ നിന്ന് അവിടെ ഭയങ്കര വെയിലാണ് ബാൽക്കണിയിൽ. അപ്പോൾ അവിടെ നിന്ന് ഈ പ്ലാന്റ്സൊക്കെ നശിച്ച് പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഞാൻ ഇവിടെയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്.
ഇത് ടർട്ടിൽ വൈനാണ് കേട്ടോ. എൻ്റെ കസിൻ സിസ്റ്റർ തന്നതാണ് ഈ ചെടികൾ. അന്ന് നേരത്തെ കിച്ചണിൽ കാണിച്ചു തന്നില്ലേ, ബാമ്പു വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ബാമ്പു പ്ലാന്റ്സ്, അതും ഇതുമൊക്കെ അവൾ തന്നതാണ് എനിക്ക്. പിന്നെ ഈ ഒരു ഹാങ്ങിങ് പോട്ട് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ചെടി വയ്ക്കുന്ന പോട്ടല്ല കേട്ടോ, ഒരു ഇത് നല്ലൊരു അല്ലാണ്ടുള്ളൊരു പോട്ടാണ്. ഞാനതിൽ കുറച്ച് ചെടി വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ നമുക്ക് ലോണൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ താമസിച്ച സമയത്ത് ഇവിടെ ലോൺ ഇട്ടിട്ടുണ്ടായിരുന്നു മുറ്റത്ത്. പിന്നെ ട്രിവാൻഡ്രത്തോട്ട് താമസം മാറിയപ്പോൾ അതെല്ലാം കരിഞ്ഞു പോയി. അപ്പോൾ അന്ന് നട്ടൊരു ചെടിയാണ് ഈ യെല്ലോ കളർ പൂവുള്ള അതിപ്പോൾ ഒരു മരമായിട്ടാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടായിരിക്കും അത്ര പൂവൊന്നും അതിലില്ല. ഇത് ഈ ഫ്രണ്ടിൽ കാണുന്നത് നമ്മുടെ പള്ളിയാണ് കേട്ടോ. ജുമാ നമസ്കാരം ഉള്ള പള്ളിയാണ്. നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ആ പള്ളി. അപ്പോൾ 5 നേരത്തെ ബാങ്ക് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. അൽഹംദുലില്ലാ, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ പള്ളിയുടെ ബാക്കിലായിട്ട് റെയിൽവേ ട്രാക്ക്, ട്രെയിൻ പോയതുണ്ടല്ലേ, ട്രാക്കാണ് അവിടെ. പിന്നെ ഇതൊക്കെയാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലുള്ള മുറ്റത്തിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഈ മാങ്ങ കാണാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. എപ്പോഴും വന്നാലും ഞാനൊരു ഫോട്ടോ എടുക്കാറുണ്ട്. ഈ മാങ്ങ കുറേ പറിച്ച് കുറേ പേർക്കൊക്കെ കൊടുത്തതാണ്. വീണ്ടും ഉണ്ട് മാങ്ങ. പിന്നെ ഇനിയിപ്പോൾ മുറ്റത്ത് നിന്ന് കറങ്ങിയിട്ടൊന്നും കാര്യമില്ല. നേരെ ഞാൻ അകത്തോട്ട് പോയിട്ടുണ്ട്. അവിടെ എൻ്റെ മോനും തലേ ദിവസം നല്ല പനിയുണ്ടായിരുന്നു. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, കാരണം ഇവന് അനന്തപുരി ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല, തിരക്കാണ്. അപ്പം തിരക്ക് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ 3 പേരും 3 റൂമിലായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ട്. അവരെയൊക്കെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ മെഹറിന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് മെഹർ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സിറ്റൗട്ട് മാത്രം ഒന്ന് തൂത്തിട്ടു, കാരണം വണ്ടിയൊക്കെ പോകുന്ന കാരണം എപ്പോഴും പൊടിയുണ്ട്. പിന്നെ ഇതിന് ചവിട്ടി ഉള്ളിലോട്ട് കയറ്റണ്ടെന്ന് കരുതി സിറ്റൗട്ട് മാത്രം ഒന്ന് തൂത്തിട്ട്. ബാക്കിയുള്ള തൂക്കലും തുടയ്ക്കലും ഒക്കെ ഞാനല്ല ചെയ്യുന്നത് കേട്ടോ. എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ ഒരു സ്റ്റാഫുണ്ട്, ഷീബ. അവൾ അന്ന് വരുന്ന ദിവസമല്ല, വരാൻ പറ്റില്ല പൊങ്കാലയുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ കിച്ചണിലോട്ട് പോയി. ഇനി മുറ്റത്തുനിന്ന് കറങ്ങിയിട്ടുണ്ടെങ്കിൽ പണി പാളുമല്ലോ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് വെക്കാനായിട്ടുള്ള മീനൊക്കെ ഞാൻ എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ നെയ്മീൻ തലയാണ് ഞാൻ കറി വെക്കുന്നത് കേട്ടോ. തലേ ദിവസമേ വാങ്ങി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. പിന്നെ ഒരു കരിക്ക് കുടിക്കാൻ വിചാരിച്ചു. എനിക്ക് ആ പയ്യനൊരു കരിക്ക് വെട്ടി തന്നു. നല്ല മധുരമുള്ള കരിക്കായിരുന്നു. ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ ഉണ്ടാക്കുന്ന ഒരു വുഡൻ്റെ വീടാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ തറവാടിൻ്റെ ഓർമ്മയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുവാണ് ഈ വീട്. പണി കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ വീഡിയോ ഇടാം. ഇത് ഞാൻ ചീര കട്ട് ചെയ്തു. അപ്പോൾ 2 ചീര മാത്രമേ ഉള്ളൂ കറി വയ്ക്കാൻ. അത് തികയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മുരിങ്ങയിലയും കൂടെ മുറ്റത്തുനിന്ന് എടുത്തു. ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മുരിങ്ങയിലയൊക്കെ സുലഭമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മുരിങ്ങയില വയ്ക്കുന്ന ദിവസം നല്ല പാടാണ്, കാരണം കുറേ സമയം നിന്ന് അത് ശരിയാക്കി എടുക്കണം. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഈ കഴിക്കുന്നത് കേട്ടോ. ഒരു പ്രോട്ടീൻ ജ്യൂസാണ്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കുടിക്കുന്ന ദിവസം ഞാൻ വേറെ ഫുഡൊന്നും ബ്രേക്ക്ഫാസ്റ്റായിട്ട് വേറൊന്നും കഴിക്കില്ല കേട്ടോ. ഇത് തന്നെ മതിയാവും. പിന്നെ മുരിങ്ങയിലേക്ക് ഒരുവിധം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചീര കഴുകി വെച്ചു, അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചീരത്തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പോരെങ്കിലും അതൊക്കെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ പിടിച്ചതല്ലേ, മരുന്നൊന്നും അടിക്കാത്ത വിഷമൊന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ അത് ആരോഗ്യത്തിനൊക്കെ വളരെ നല്ല, കുട്ടികൾക്കൊക്കെ നല്ലതാണ്. പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടമല്ല അങ്ങനെ കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ അവരെ കഴിപ്പിക്കും, എങ്ങനെയെങ്കിലും ഒക്കെ കഴിപ്പിക്കും. പിന്നെ ഇത് ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ ചീര തോരനെ പെർഫെക്റ്റായിട്ട് എങ്ങനെ വെക്കും എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു റെസിപ്പി ഇടാം കേട്ടോ. എല്ലാവർക്കും ഒന്നും ശരിക്കും ചീര വയ്ക്കാൻ അറിയില്ല, അതെനിക്ക് അറിയാം. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ചീര വയ്ക്കുമ്പോൾ കുഴഞ്ഞൊക്കെ പോകണം കേട്ടോ. അതില്ലാതെ നമുക്ക് പെർഫെക്റ്റായിട്ട് ചീര തോരൻ നന്നായിട്ട് ടേസ്റ്റി ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചീര തോരത്തിനുള്ള അരപ്പെല്ലാം ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് നമുക്ക് കിട്ടിയത്. തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊന്ന് ആവിയിൽ വെന്ത് കിട്ടട്ടെ.
അപ്പോൾ ചീര വേകുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ മീൻ കറിക്കുള്ള എല്ലാം അരച്ചൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മാങ്ങയിട്ടാണ് വെക്കുന്നത്. മാങ്ങയും ഒരു മുരിങ്ങയ്ക്കയും ഇട്ട് വെക്കാമെന്ന് കരുതി. മുരിങ്ങയ്ക്ക സാധാരണ തലക്കറിയിലിട്ട് വെക്കില്ല കേട്ടോ, പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം, ഒരു കൊതി കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ ചീര കുക്കായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചീര അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് മീൻ കറി വെക്കാനായിട്ടുള്ള ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചു. ഇനി അതിൻ്റെ ചേരുവകളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് അരപ്പൊക്കെ അരച്ചു ഇതെല്ലാം കറിയുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ചുമ്മിനിയുടെ ലൈറ്റ് ഇട്ടപ്പോഴാണ് കളർ ചേഞ്ച് വന്നത് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടു. പിന്നെ ഈ കറിയുടെ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വറുത്ത് പൊടിച്ച ഉലുവ. അത് നല്ല ഫ്ലേവറാണ് കറിക്ക് കേട്ടോ. അത് ഞാൻ വെച്ചിട്ടുണ്ട്, വറുത്ത് പൊടിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്മീൻ തല വറ്റിച്ചതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണണം എന്നുള്ളവർക്കും കാണാം. ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ ഇതിലൊന്നും പറയുന്നില്ല. അപ്പോൾ നെയ്മീൻ്റെ തല നല്ല ഫ്രഷ് തലയായിരുന്നു. ഏകദേശം ഒരു 1.25 കിലോയോളം തന്നെ അതിൻ്റെ തലയുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് കുറച്ച് ഫ്രഷ് കറിവേപ്പില ഒന്ന് മണത്തിന് വേണ്ടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ചിരി വന്നത് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഗസ്റ്റുകൾ വരുമ്പോൾ, ഇപ്പോൾ ഫാമിലിയിൽ ആരെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വലിയൊരു കറിച്ചട്ടി വാങ്ങിയത്. പക്ഷേ ഈ കറിച്ചട്ടിക്ക് അടപ്പ് എനിക്ക് അന്ന് കിട്ടിയില്ല. ഞാൻ ഈ കറി അടുപ്പിലാണ്. അപ്പോൾ ആ ഒരു കറിച്ചട്ടിയിൽ ഈ മീനിൻ്റെ തല എല്ലാം കൂടെ കൊള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കറിയെല്ലാം റെഡിയാക്കിയിട്ട് അടയ്ക്കാൻ നോക്കിയപ്പോഴുണ്ടല്ലോ ഒരു അടപ്പും ഈ ഒരു ചട്ടിക്ക് പാകമാവുന്നില്ല. പിന്നെ ഞാനൊരു വലിയ പ്ലേറ്റ് കൊണ്ട് ഞാൻ അടച്ച് അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത കേട്ടോ. എനിക്ക് ചിരി വന്നു. ഓരോ പ്രാവശ്യം ഓരോ അടപ്പ് കഴുകി കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴേക്കും ശരിയാവുന്നില്ലായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ പാവയ്ക്ക മെഴുക്കാണ്. ഇതിപ്പോൾ എനിക്ക് മാത്രമായിട്ട് വെക്കുന്ന സംഭവമാണ്. ഇവിടെ ആരും കഴിക്കില്ല, ഹസ്ബൻഡും കഴിക്കില്ല, കുട്ടികളൊന്നും പാവയ്ക്ക മെഴുക്കൊന്നും കഴിക്കില്ല. പക്ഷേ എനിക്ക് ഇഷ്ടം തോന്നി. ഇപ്പോൾ ഞാൻ ഒരു പാവയ്ക്ക മാത്രമായിട്ട് വാങ്ങി, കാരണം അല്ലെങ്കിൽ ആരും കഴിക്കില്ലല്ലോ, വാങ്ങിയിട്ട് കാര്യമില്ല. പിന്നെ എൻ്റെ കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൊമാറ്റോയും കൂടെ ഞാൻ ചേർത്തു കേട്ടോ. ഈസിയാണ് അത്. പെട്ടെന്നിങ്ങനെ അങ്ങനെ വിശാലമായിട്ടൊരു വെയ്പ്പൊന്നുമല്ല വയ്ക്കുന്നത്. എല്ലാം കൂടി മുറിച്ചിട്ടു, കുറച്ച് ഓയിലൊഴിച്ചു, കുറച്ച് ഉപ്പൊഴിച്ചു, ആവിയിൽ തന്നെ അതിനൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ നെയ്മീൻ തലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് റെഡിയായി. പിന്നെ പാവയ്ക്കൊരു സൈഡിലായിട്ടുണ്ട്, ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്, മോര് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പപ്പടം കാച്ചണം, അത്രേ പണിയുള്ളൂ. പിന്നെ ഞാൻ മീൻ പൊരിക്കാനൊന്നുമില്ല കേട്ടോ, പപ്പടം കാച്ചാന്ന് കരുതി. കാരണം നെയ്മീൻ തല ഉണ്ടെങ്കിൽ കുട്ടികൾക്ക്, ഹസ്ബൻഡിനൊക്കെ അതാണ് ഇഷ്ടം. പിന്നെ മീൻ പൊരിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ പിന്നെന്ത് ചെയ്തു, ഞാൻ പിന്നെ കിച്ചണിലെ പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകി. അപ്പോൾ അടുപ്പ് നല്ല ചൂടായിരുന്നുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്തത്. സിങ്കും ഒക്കെ ക്ലീൻ ചെയ്തു. പാത്രങ്ങൾ 2 കിച്ചണുണ്ട് കേട്ടോ. അപ്പുറത്തൊരു കിച്ചണുണ്ട്, അവിടെയും ക്ലീനിങ് ഇതേപോലെ തന്നെ അവിടെയും നടക്കാനുണ്ട്. ശരിക്കും 2 കിച്ചണാകുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവരും. ഇതിപ്പോൾ 2 കിച്ചൺ ഒരു സൗകര്യത്തിന് വെച്ചുവെങ്കിലും അതൊരു ഇടയ്ക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഞാനിതേ ഇവിടെ അടുപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ പോവാണ്. അതും ചെറിയ ചൂടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞു. കുട്ടികളെയൊക്കെ കുളിക്കാൻ പറഞ്ഞു അയച്ചിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് അവർ, കാരണം സ്കൂള് ഇല്ല. പിന്നെ ശരിക്കും ഇത് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ ആറ്റുകാൽ പൊങ്കാലയുടെ അന്നത്തെ ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. പിറ്റേന്ന് അവർക്ക് എക്സാമാണ് സംഗതി. സ്റ്റഡി ലീവ്, ആവശ്യത്തിന് സ്റ്റഡി ലീവൊക്കെ കിട്ടിയിരുന്നു അവർക്ക്. പിന്നെ ഇതേ ഇപ്പോൾ അറിയുന്നു അവർക്ക് എക്സാം എല്ലാം ക്യാൻസൽ ചെയ്തു. പിന്നെ അവർക്ക് ഇനിയിപ്പോൾ എക്സാം ഒന്നും അറ്റൻഡ് ചെയ്യേണ്ട. അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ കുട്ടികളെല്ലാം കുളിച്ചിട്ട് വന്നിട്ട്